കൃപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കാരുണ്യവർഷത്തിലെ ദണ്ഡവിമോചനം എന്നു പറഞ്ഞാൽ എന്താണ്? ആദിമസഭയിലും ആധുനിക സഭയിലും ഒട്ടേറെ വിവാദങ്ങൾക്ക് ഇട കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഹോളി ഇൻഡൽജൻസ് അല്ലെങ്കിൽ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഈ വർഷം കാരുണ്യത്തിൻ്റെ, കരുണയുടെ മഹാജൂബിലി വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് പൂർണ്ണ ദണ്ഡവിമോചനം എന്നുള്ളത്. സത്യത്തിൽ ഇതെന്താണ്? ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു പാപത്തിനും രണ്ട് വിധത്തിലുള്ള പരിണത ഫലങ്ങളുണ്ട്. ഒരു പാപം ഒരു വ്യക്തി ചെയ്യുക വഴിയായി രണ്ട് വിധത്തിലുള്ള ശിക്ഷയ്ക്ക് ഒരാൾ അർഹനായേക്കാം. ഒന്നാമതായി നിത്യശിക്ഷയുടെ ഭാഗമായി അയാൾ മാറുന്നു. രണ്ടാമതായി അവന് അല്ലെങ്കിൽ അവൾക്ക് കാലികമായ ശിക്ഷ ഉണ്ടാകുന്നു. കുമ്പസാരിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് നിത്യമായ ശിക്ഷയിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നുള്ള മോചനമാണ്. കുമ്പസാരത്തിൽ നമുക്ക് പാപമോചനം തരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെ, പീഠാനുഭവത്തിലൂടെ, തിരുവുത്ഥാനത്തിലൂടെ അവൻ നേടിയെടുത്ത രക്ഷയുടെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നതും നിത്യനരകത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ ഭാഗമായി മാറുന്നത് എന്നാണ് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഞാനും നിങ്ങളും ഏതൊരു പാപത്തിൻ്റെയും പരിണത ഫലമായി കാലികമായ ഒരു ശിക്ഷയുടെയും ഭാഗമായി മാറുന്നു. ഇതുകൊണ്ടാണ് പലപ്പോഴും പല ദൈവശുശ്രൂഷകരും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, കാരണവന്മാർ ഇന്നത് ചെയ്തതുകൊണ്ടാണ് ഇന്ന വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്, ഇന്ന ആൾ മരിക്കാതെ കിടക്കാനുള്ള കാരണം അയാളുടെ കഴിഞ്ഞ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, വസ്തുതയും വസ്തുതയ്ക്ക് നിരക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സത്യത്തിൽ ഈ വർഷത്തിൽ ഇത്തരം സാധ്യതകളെ മുഴുവൻ പരിശുദ്ധമായ സഭ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണ്, മുടക്കിക്കളയുകയാണ്, മാറ്റം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവോ, പരിണതമായ ഫലം, പാപത്തിൻ്റെ പരിണതമായ ഫലങ്ങളിൽ ഒന്ന് കാലികമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തി ദീർഘകാലം രോഗിയായിട്ട് കിടന്നേക്കാം, ദീർഘകാലം കഷ്ടതകൾ അനുഭവിച്ചേക്കാം ഈ ലോകത്തിൽ. ഇനി ഇത് രണ്ടുമല്ലെങ്കിലോ ഒരു പക്ഷേ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരുപാട് കാലം ചിലവഴിക്കേണ്ടി വന്നേക്കാം. ഇതല്ലാതെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോവുക, സ്വർഗപ്രാപ്തി സ്വീകരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നാണ് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരുണ്യത്തിൻ്റെ ഈ മഹാജൂബിലി വർഷം ദണ്ഡവിമോചനത്തിലൂടെ നമുക്ക് ഈ കാലികമായ ശിക്ഷയിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്നു. സഭയിൽ ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയ ഒരു കാര്യമല്ല. സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ചും മതപീഡനം ധാരാളമായി നടന്നുകൊണ്ടിരുന്ന കാലയളവിൽ മതപീഡനത്തിനായി വിധിക്കപ്പെടുന്ന രക്തസാക്ഷികളെ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാനും അങ്ങനെ രക്തസാക്ഷിത്വം വഹിക്കാൻ വേണ്ടി ഭവനങ്ങൾ വിട്ടിറങ്ങുന്ന വ്യക്തികളുടെ കുടുംബത്തിലുള്ളവരുടെ പാപങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിക്കാനും ആദിമകാലങ്ങളിൽ വൈദികരും പിതാക്കന്മാരും വിശ്വാസികളെ നിയോഗിക്കുമായിരുന്നു. വിശുദ്ധ ആൽബർട്ടും വിശുദ്ധ തോമസ് അക്വേനാസുമൊക്കെ ഇതേക്കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട്. അപ്പോൾ രക്തസാക്ഷ്യത്തിന് വിധിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പക്ഷേ പരിഹാരം ചെയ്യാൻ സമയമില്ല. അയാളുടെ ഗതകാലത്ത് പഴയ കാലത്ത് ചെയ്ത പാപത്തെക്കുറിച്ച് അനുതപിച്ച് കുമ്പസാരിക്കാനും സൽക്കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന ദണ്ഡവിമോചനം സ്വീകരിക്കാനും അയാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് കഴിയുമായിരുന്നു. സഹോദരൻ, ഇതുകൊണ്ട് തന്നെയാണ് സഭ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന നമ്മുടെ തന്നെ മാതാപിതാക്കൾക്ക്,
പൂർവികർക്ക് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരുക്കമില്ലാതെയാണ് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചത് എന്ന് കരുതുക. ഒരു പക്ഷേ ശുഭകരമല്ലാത്ത ചില മരണങ്ങൾ, ആത്മഹത്യയോ കൊലപാതകമോ ഒക്കെ തുടങ്ങിയുള്ള മരണങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിച്ചു എന്ന് കരുതുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താണ് ചിന്ത വരുന്നത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ശാപമാണ്, അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെ ശാപമാണ്, അതുകൊണ്ടാണ് മുഴുവൻ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മായ്ച്ച് കളയാൻ പറ്റാത്ത യാതൊരു പാപവും നമുക്കില്ല. ദൈവത്തിൻ്റെ അളവില്ലാത്ത കരുണയിൽ അലിഞ്ഞു തീരാത്തതായി യാതൊരു പാപക്കറയും നമുക്കില്ല. മാറ്റം ചെയ്യപ്പെടാത്തതായി യാതൊരു പാപത്തിനുള്ള സാധ്യതകളും നമുക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ, പ്രത്യേകിച്ചും തിരുസഭയുടെ പഠനത്തിലൂടെ, ദണ്ഡവിമോചനത്തിലൂടെ ലഭിക്കുന്ന ഈ ആനുകൂല്യം നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സഭയുടെ വിശുദ്ധാത്മാക്കളുടെ സുഹൃതവും കൂടി ഇത് സ്വീകരിക്കാൻ നമ്മളെ ഒരുക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നതാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്നുള്ളത്. എന്താണത്? സമരസഭയിലും സഹനസഭയിലും വിജയസഭയിലും ആയിരിക്കുന്ന വ്യക്തികളുമായി നമുക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ, വിജയസഭയായ വിശുദ്ധാത്മാക്കൾ, സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധാത്മാക്കളും, സമരസഭയിൽ ആയിരിക്കുന്ന ഈ ലോക ജീവിതത്തിലെ നമ്മളും, സഹനസഭയിൽ കഴിയുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും തമ്മിൽ നമുക്ക് വല്ലാത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തിലെ പിതാവ് സ്വീകരിച്ച് എൻ്റെ പിതാവിൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകളുടെ അളവും നാളും കുറച്ച് അദ്ദേഹത്തെ സ്വർഗപ്രാപ്തിക്ക് യോഗ്യനാക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരുടെ സുഹൃതങ്ങളുടെ ഭാഗമായി നമ്മിലേക്ക് സ്വീകരിക്കാൻ ഇടയായിട്ടുള്ള സാധ്യതയുള്ള സുഹൃതങ്ങളും നന്മകളും കടന്നു വരുന്നതിന് വേണ്ടി ഈ വർഷം പ്രത്യേകമായി ദൈവത്തിൻ്റെ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വർഷം കൂടുതലായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതിനായിട്ട് സൂക്ഷിക്കണം. പലപ്പോഴും വിശ്വാസികൾക്ക് തന്നെയും ഈ പറയുന്ന കാര്യത്തിൽ അധികം വിശ്വാസമില്ല. ദൈവശാസ്ത്രജ്ഞന്മാർ ഏറെ വിമർശനാത്മകമായി ഇതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. വൈദികരുടെ ഇടയിൽ വിശ്വാസം കുറഞ്ഞിരിക്കുന്ന പശ്ചാത്തലങ്ങളുണ്ട്. ഒട്ടേറെ പേർ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഒന്നാമതായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട കാര്യം ഞാനും നിങ്ങളും പാപികളാണ് എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾക്കും കുറവുകളുണ്ട് എന്നുള്ളതും ആ കുറവുകൾ കർത്താവിൻ്റെ കരുണയിലും കർത്താവിൻ്റെ ക്ഷമയിലും മായ്ച്ച് കളയപ്പെടുമെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് പത്രോസിൻ്റെ ചെയറിലേക്ക് ഇരിക്കുന്നതിന് മുമ്പായി അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമാണ്. ഒരു വ്യക്തി ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു പത്രാധിപൻ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ജോർജ് ബെർഗോളിയോ? അദ്ദേഹത്തിൻ്റെ പഴയ പേരാണ് ജോർജ് ബെർഗോളിയോ എന്നുള്ളത്. ആരാണ് ജോർജ് ബെർഗോളിയോ? അദ്ദേഹം പറഞ്ഞു, ജോർജ് ബെർഗോളിയോ ഒരു പാപിയാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പയ്ക്ക് തന്നെ കുറിച്ച് പറയാൻ ഉള്ള ആദ്യ വാചകം ഇതാണ്, അദ്ദേഹം പാപിയാണ്, ഞാൻ പാപിയാണ്. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും കുറവുകളുണ്ട് എന്നുള്ളതും, ഇതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഞാനുമായി ബന്ധപ്പെടുന്നവർക്കും കുറവുകളുണ്ട് എന്നുള്ളത് അംഗീകരിക്കുകയാണ് പാപമോചനത്തിൻ്റെ കുദാശ സ്വീകരിക്കാനും ദണ്ഡവിമോചനം സ്വീകരിക്കാനും നമ്മളെ യോഗ്യരാക്കുന്നത്. ഒരു കുറവുകളും നമുക്കില്ല എന്നും കാലികമായ ശിക്ഷയ്ക്ക് ഒരു വിധത്തിലും നമ്മൾ അർഹരല്ല എന്നും ചിന്തിക്കുന്നവർക്ക് സത്യത്തിൽ ഈ വർഷം കൊണ്ട് യാതൊന്നും ദൈവത്തിൻ്റെ കരുണയിൽ ലഭിക്കാനായിട്ട് ഇല്ല. എന്നാൽ നമ്മൾ പാപികളാണെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ധാരാളമായി സ്വീകരിക്കാൻ
നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവസരമൊരുക്കുന്നുണ്ട്. ബൈബിളിൽ സങ്കീർത്തന പുസ്തകം 51 അധ്യായം 5 തിരുവചനം സങ്കീർത്തകൻ പാടുകയാണ്, പാപത്തോടു കൂടിയാണ് ഞാൻ പിറന്നത്. 130 സങ്കീർത്തനം 3 തിരുവചനം, കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് കാത്തു സൂക്ഷിച്ചാൽ ഭൂമിയിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? വീണ്ടും സങ്കീർത്തനം 38:4, എൻ്റെ പാപങ്ങൾ എനിക്ക് താങ്ങാനാവാത്ത ചുമടാണ്. സഹോദരങ്ങളെ, നമ്മൾ കുറവുള്ളവരാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കം സാധ്യമാകും. രണ്ടാമതായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പാപവും ഈ കുറവുകളും മുഴുവൻ ദൈവത്തിന് മായ്ച്ച് കളയാൻ പറ്റും. അതുകൊണ്ട് തെറ്റായ പ്രബോധനങ്ങൾ സ്വീകരിച്ച് നമ്മൾ ആരും വിഷമിക്കരുത്. തെറ്റായ പ്രബോധനങ്ങളെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ശാപമാണ് നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ പ്രശ്നത്തിൻ്റെയും കാരണമെന്ന് ചിലരുടെ തലമണ്ടയുടെ അകത്ത് കയറിയിരിക്കുകയാണ് ഈ വിഷയം. ചിലർ ചിന്തിക്കുകയാണ് കുടുംബത്തിലെ മുഴുവൻ പ്രതിസന്ധികളുടെയും കാരണം വീട്ടിൽ പിതാക്കന്മാരൊപ്പിച്ച അല്ലെങ്കിൽ മാതാക്കൾ ഒപ്പിച്ച ചില കാര്യങ്ങളാണ്. ഇന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് മുഴുവൻ പ്രശ്നങ്ങൾ. സഹോദരങ്ങളെ, ഇത് മുഴുവൻ ഈ ദണ്ഡവിമോചനത്തിൻ്റെ വർഷം കർത്താവിൻ്റെ നാമത്തിൽ സുകൃതങ്ങൾ ചെയ്യുക വഴിയായി, പ്രത്യേകിച്ചും പാപപരിഹാരത്തിൻ്റെ ബലിയിൽ നമ്മൾ പങ്കുപറ്റുന്നത് വഴിയായി, കർത്താവ് കുദാശകളിലൂടെ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാപവിമോചനം നമ്മൾ സ്വീകരിക്കുക വഴിയായി ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. നമുക്ക് കുറേ കൂടി സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവസരമൊരുക്കുകയാണ്. അപ്പോൾ രണ്ടാമതായി, ഏതൊരു പാപവും ദൈവം മായ്ച്ച് കളയുമെന്നുള്ള ചിന്ത സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7 അധ്യായം 18-19 തിരുവചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സകല അതിക്രമങ്ങളും അവൻ പൊറുക്കും, സകല പാപങ്ങളും അവൻ മായ്ച്ചു കളയും. അവൻ നിൻ്റെ പാപങ്ങളെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയും. ദൈവം ഒരിക്കലും പിന്നീട് അവ ഓർക്കുകയില്ല. അവൻ ഒരിക്കലും അവൻ്റെ മനസ്സിൽ അത് കൊണ്ടുവരികയില്ല. ദൈവം ഓർക്കുക പോലും ചെയ്യാത്ത വിധം ആഴിയുടെ അഗാധങ്ങളിലേക്ക് പാപങ്ങളെ തൂത്തെറിയും. ഈ കരുണയുടെ ദണ്ഡവിമോചനം സ്വീകരിക്കേണ്ട ഈ വർഷം എന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങൾ നമുക്കുണ്ടാകണം. ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിലുമൊക്കെയും പരിശുദ്ധനും അനുഗ്രഹീതനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് മോശപ്പെട്ട ഒട്ടേറെ സംഭവങ്ങൾ മാധ്യമങ്ങൾ ഒട്ടും വസ്തുനിഷ്ഠമല്ലാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഈ വിശ്വപുരുഷൻ്റെ ജീവിതത്തിൽ, ഈ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ഒരു അനുഗ്രഹീതമായൊരു സംഭവമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്ന് ഒരു വൈദികൻ, ഫാദർ പോൾ എന്ന് പറയുന്നൊരു വൈദികനാണ്. ആ വൈദികൻ റോമിലേക്ക്, വാറ്റിക്കാനിലേക്ക് ക്ഷണിക്കപ്പെട്ടു. റോമിലെത്തി. ധാരാളം ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, ധാരാളം വലിയ വലിയ കർദിനാൾമാരുണ്ട്, വലിയ മെത്രാന്മാരുണ്ട്, വലിയ ആളുകളുണ്ട്. എല്ലാവരും കൂടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോൾ എന്ന് പറയുന്ന വൈദികനും ക്ഷണിക്കപ്പെട്ടത്. വൈദികൻ അവിടെ ചെന്നു. ഒരു ഹോട്ടലിൽ, ഒരു മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. താമസിച്ച് അന്ന് സായാഹ്നമായപ്പോൾ തൊട്ടടുത്ത ഒരു ദേവാലയത്തിൽ, അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനായി അദ്ദേഹം പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏതാനും ഭിക്ഷക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഭിക്ഷക്കാരിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ നോക്കിക്കഴിഞ്ഞ് അവർ അദ്ദേഹത്തിന് പറ്റുന്ന വിധത്തിലുള്ള കൊച്ചു സഹായവും ചെയ്ത് അദ്ദേഹം ഇതാ ദേവാലയത്തിലേക്ക് പോകുന്നു. ദേവാലയത്തിൽ ചെന്ന് ഏതാനും സമയം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ പോൾ എന്ന് പറയുന്ന വൈദികൻ്റെ മനസ്സിലേക്ക് ആ ഭിക്ഷക്കാരിൽ ഒരാളുടെ മുഖം കൂടുതൽ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങി. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, അല്ല, ആ ഭിക്ഷക്കാർ എല്ലാവരും എനിക്ക് അപരിചിതരായിട്ട് ഉള്ള ആളുകളല്ല, ചിലരെയെങ്കിലും എനിക്ക് പരിചയമുണ്ട്. പെട്ടെന്ന് ഒരാളുടെ മുഖം പ്രത്യേകമായി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹം എങ്ങനെ ചിന്തിച്ചു, അല്ല, വളരെ വലിയ താടി വളർത്തി ജരാനരകൾ ബാധിച്ച ആ ഒരു മനുഷ്യൻ, അത് ഫാദർ ജിം അല്ലേ? വാറ്റിക്കാനിൽ എന്നോടൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് തിരുപ്പട്ടം സ്വീകരിച്ച
ഫാദർ ജിം എന്ന് പറയുന്ന വൈദികനല്ലേ ആ ദേവാലയത്തിൻ്റെ മുമ്പിൽ മറ്റ് ഭിക്ഷക്കാരോടൊപ്പം ഇരിക്കുന്നത്? പെട്ടെന്ന് തന്നെ ദേവാലയത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആ വൈദികൻ ചാടി എഴുന്നേറ്റ് ആ ഭിക്ഷക്കാരുടെ ഇടയിലേക്ക് ഓടിച്ചെന്നപ്പോൾ അവർ സായാഹ്നമായി കെട്ടും ഭാണ്ഡവുമൊക്കെ അടക്കി വെച്ച് അവരവരുടെ കൂരകളിലേക്ക് മടങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ഫാദർ ജിം, ഞാൻ ഫാദർ പോളാണ്. ശ്രദ്ധിച്ചു. അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹം നോക്കുന്നില്ല. ഫാദർ ജിം തിരിഞ്ഞു നോക്കുന്നില്ല. വീണ്ടും ഫാദർ പോൾ വിളിച്ചു പറഞ്ഞു, ഫാദർ ജിം, ഇത് ഞാനാണ്, നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ വെച്ച് പട്ടം സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. ഫാദർ ജിം അവിടെ നിന്നിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫാദർ ജിം ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ വെറും ജിമ്മാണ്. ഒരു ഗുണമില്ലാത്തവൻ, അയോഗ്യനാണ്, പാപിയാണ്, അതുകൊണ്ട് എന്നിൽ നിന്ന് മാറിപ്പോകണം. ഇത് പറഞ്ഞിട്ട് ഇയാളെ ഫാദർ പോളിനെ തട്ടിമാറ്റിക്കൊണ്ട് ഫാദർ ജിം മടങ്ങിപ്പോയി ആ ഭിക്ഷക്കാരോടൊപ്പം. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞ് ഈ പോൾ എന്ന് പറയുന്ന വൈദികൻ അദ്ദേഹം സ്വന്തം സ്വകാര്യമായ മുറിയിൽ ചെന്നു. അന്ന് വൈകുന്നേരമാണ് മാർപ്പാപ്പയുമായി ഫേസ് ടു ഫേസ് മുഖാമുഖം കാണാനുള്ള അവസരമുള്ളത്. മാർപ്പാപ്പയുടെ അടുത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ മാർപ്പാപ്പയോട് പറഞ്ഞു, ഫാദർ പോൾ പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അമേരിക്കയിൽ നിന്നും ഇവിടെ വന്നത്. അങ്ങയെ കാണണം, അങ്ങയെ ആശ്ലേഷിക്കണം, അങ്ങയോടൊപ്പം ഡിന്നർ കഴിക്കണം, അങ്ങയോടൊപ്പം സംസാരിക്കണം എന്നൊക്കെ കരുതിയാണ് വന്നത്. പക്ഷേ എൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും തകർന്നടിച്ചു പോയി. മാർപ്പാപ്പ ചോദിച്ചു, എന്താണ് പറ്റിയത്? എന്താണ് ഫാദർ പോളിന് പറ്റിയത്? പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഈ വറ്റിക്കാനിൽ വെച്ച് തന്നെ പട്ടം സ്വീകരിച്ച എൻ്റെ ഒരു സഹോദര വൈദികൻ ഇന്നൊരു ഭിക്ഷാടകനാണ്, ഇന്നൊരു ഭിക്ഷക്കാരനാണ്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാർപ്പാപ്പേ എന്ന് പറഞ്ഞു. പോപ്പ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾ, ഇത് കഴിഞ്ഞ് ഡിന്നറിനുള്ള സമയമായപ്പോൾ മാർപ്പാപ്പ തൻ്റെ സെക്രട്ടറിയുടെ കയ്യിൽ 2 ചീട്ടുകൾ കൊടുത്തുവിട്ടു, 2 ടിക്കറ്റുകൾ കൊടുത്തുവിട്ടു. ഒന്ന് ഫാദർ പോളിനും മറ്റൊന്ന് ഫാദർ ജിമ്മിനെ കൂടി ഡിന്നറിന് ക്ഷണിക്കണം എന്നുള്ള ഒരു അപേക്ഷയോട് കൂടിയുള്ള 2ാമത്തെ ടിക്കറ്റും. വലിയ സന്തോഷമായി. ഇതാ ഒരുപാട് വലിയ വലിയ ആളുകൾ പങ്കുപറ്റുന്ന ഈ ഡിന്നറിൽ എന്നോടൊപ്പം ഭക്ഷിക്കാൻ ഫാദർ ജിമ്മിനെ കൂടി വിളിച്ചല്ലോ എന്നുള്ളത് വലിയ സന്തോഷമായി. ഓടി പുറത്തേക്കിറങ്ങിയപ്പോഴത്തേനും ഫാദർ ജിം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഫാദർ പോൾ ഓടാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഫാദർ പോളിന് ഫാദർ ജിമ്മിനെ പിടികിട്ടി. അദ്ദേഹത്തെ ഇരിക്കുന്ന സ്ഥലത്ത് പോയി, അദ്ദേഹം വസിക്കുന്ന ഇടത്തിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഫാദർ ജിം, ഇതാ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അങ്ങയെ വിളിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അങ്ങയെ ഡിന്നറിൽ ക്ഷണിക്കുന്നു, അങ്ങ് എന്തായിരുന്നാലും വരണമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നല്ല വസ്ത്രം എനിക്കില്ല, ജരാന്തരകൾ ബാധിച്ചിട്ടുണ്ട്, കുളിച്ചിട്ട് ദിവസങ്ങളായി, ഞാൻ എങ്ങനെ അവിടേക്ക് വരും? സഹോദരങ്ങളെ, ഫാദർ പോൾ പറഞ്ഞു, നമുക്ക് പോയി എൻ്റെ സ്വകാര്യമായ മുറിയിൽ കുളിക്കാം. അവിടെ കുളിച്ച് അവിടെ തന്നെ വാഷൊക്കെ ചെയ്ത് നമുക്ക് നല്ല വസ്ത്രങ്ങൾ ഞാൻ തരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഒരുമിച്ച് അവിടെ ചെന്നു, ഭക്ഷണത്തിനിരുന്നു. പ്രധാന ഭക്ഷണത്തിന് ശേഷം ഡെസേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായപ്പോൾ മാർപ്പാപ്പ അവിടെ ചാടി എഴുന്നേറ്റു. മാർപ്പാപ്പ എഴുന്നേറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു, ആ ഇരിക്കുന്ന വ്യക്തിയെ വിളിക്കണം. ഫാദർ ജിമ്മിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ വ്യക്തിയെ വിളിക്കണം. ആ വ്യക്തിയെ വിളിച്ചു. അവർ രണ്ടുപേരും കൂടി സ്വകാര്യമായ മുറിയിലേക്ക് പോയി. ഏതാനും സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഇവർ രണ്ടുപേരും പുറത്തേക്ക് വരുന്നില്ല. സെക്രട്ടറിക്ക് വേവലാതിയായി, ഫാദർ പോളിന് വേവലാതിയായി. മറ്റുള്ളവർ നോക്കിയപ്പോൾ മാർപ്പാപ്പയെ കാണാനില്ല. മാർപ്പാപ്പയോടൊപ്പം ഒരു വൈദികനും പോയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തെയും കാണാനില്ല. മാർപ്പാപ്പ എന്ത് ചെയ്തെന്നറിയാവോ? അവിടെ ചെന്ന ഉടനെ തന്നെ ഫാദർ ജിമ്മിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കി അവിടെ മുട്ടുകുത്തി നിന്നു. എന്നിട്ട് ഫാദർ ജിമ്മിനോട് പറഞ്ഞു, ഫാദർ ജിം, എനിക്ക് കുമ്പസാരിക്കണം. ഫാദർ ജിമ്മിന് അത് ശ്രവിക്കുക പോലും സാധ്യമല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പിതാവേ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു നല്ല വൈദികനായിരുന്നു, എന്നാൽ ഇന്ന് ഞാനൊരു വൈദികനല്ല. എൻ്റെ പട്ടം മുടക്കിയിരിക്കുകയാണ്. എനിക്ക് കൺഫഷൻ സ്വീകരിക്കാനായിട്ട് പാടില്ല, കുമ്പസാരം നടത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് അങ്ങയുടെ പാപങ്ങൾ കേൾക്കാനോ പാപമോചനം നൽകാനോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഉടനെ തന്നെ മാർപ്പാപ്പ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു,
റോമിലെ മെത്രാനും സഭയുടെ അധികാരിയും എന്നുള്ള നിലയിൽ നിൻ്റെ മേലുള്ള എല്ലാ വിലക്കുകളെയും ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എല്ലാവിധത്തിലുള്ള വിലക്കുകളിൽ നിന്ന് മോചിപ്പിച്ചു. തുടർന്ന് പറഞ്ഞു, ഇനി കുമ്പസാരം കേൾക്കാമല്ലോ. കുമ്പസാരം കേൾക്കാനായി ഇതാ ഫാദർ ജിം അവിടെ ഇരുന്നു. മാർപ്പാപ്പ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പാപമോചനം കൊടുത്തു. ഇത് കേട്ടപടി കുമ്പസാരം കേട്ടതോടെ ഫാദർ ജിമ്മിന് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഫാദർ ജിം ഉടനെ പറഞ്ഞു മാർപ്പാപ്പയോട്, എനിക്കും കുമ്പസാരിക്കണം. ഏതാനും മിനിറ്റുകൾ നീണ്ടു നിന്ന കുമ്പസാരം അവർ നടത്തി. സമയം ഏറെ കഴിഞ്ഞ് 2 പേര് കൂടി നിറഞ്ഞ കണ്ണോട് കൂടിയിട്ടാണ് അവരുടെ സ്വകാര്യമായ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മായ്ച്ച് കളയാൻ പറ്റാത്ത പാപങ്ങളില്ല, തുടച്ച് മാറ്റം ചെയ്യപ്പെടാത്ത പാപങ്ങളില്ല. ആഴിയുടെ അഗാധങ്ങളിലേക്ക് പാപങ്ങളെ മായ്ച്ചു കളയുന്ന കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് സ്വീകരിക്കാം. അത് കുമ്പസാരക്കൂട്ടിലേറ്റു പറയുന്ന പാപങ്ങളായും സഭ വാഗ്ദാനം ചെയ്യുന്ന ദണ്ഡവിമോചനത്തിലൂടെയും സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സഭ ഈ ആണ്ടിൽ നമ്മളെ ക്ഷണിക്കുന്നു. സ്നേഹപൂർവം, പ്രാർത്ഥനാപൂർവം അത് നമുക്ക് സ്വീകരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണയാകേണമേ. ഓ ദിവ്യകാരുണ്യ കർത്താവേ, മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും കൂടി ഈ അനുഗ്രഹീതമായ സമയം ഞങ്ങൾ ഏക മനസ്സോടെ അങ്ങേക്ക് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടുന്ന് വലിയ കരുണ തൻ്റെ ജനത്തോട് കാണിക്കും. അവിടുന്ന് അവരുടെ അതിക്രമങ്ങളെ ചവിട്ടി മെതിക്കും. അവരുടെ പാപങ്ങളെ എല്ലാ കാലത്തേക്കുമായി അവരിൽ നിന്ന് തൂത്തെറിഞ്ഞു കളയും. ഓ ദിവ്യകാരുണ്യ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ വിമോചനം സാധ്യമാകുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ്, ഞങ്ങൾ വീണു പോകുന്ന മനുഷ്യരാണ്. ഞങ്ങൾ വീണു പോകുന്നുവെങ്കിലും വീണവരെ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഞങ്ങൾ തളരുന്നവരാണെങ്കിലും അവിടുന്ന് ഞങ്ങളെ ഉണർത്തുന്നു. ഞങ്ങൾ ബലഹീനരാണെങ്കിലും അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മുടെ ബലഹീനതകളും നമ്മുടെ പ്രതിസന്ധികൾ മുഴുവൻ നമുക്ക് കൊടുക്കാം. പാപത്തിൻ്റെ ആഴിയുടെ അഗാധങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തിയവൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് കഴിയില്ല,
നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കഴിയില്ല, നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരാൾക്കും സാധിക്കുകയില്ല. മറിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവിന് മാത്രമേ കഴിയൂ. ആ കർത്താവിൻ്റെ കൈകളിലേക്ക്, ആഴിയുടെ അഗാധങ്ങളിലേക്ക് പാപങ്ങളെ തൂത്തെറിയുന്ന കർത്താവിൻ്റെ കൈകളിലേക്ക് ഈ മണിക്കൂറിൽ നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാം. നമുക്ക് പരിപൂർണമായ വിമോചനം പ്രാപിക്കാം. കർത്താവിൻ്റെ രക്ഷ സാധ്യമാകുന്ന ഈ അനുഗ്രഹീതമായ മണിക്കൂറിനെ സ്വർഗത്തിൽ നിന്ന് ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തീരും നാൾ നാഥ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. ഈ അനുഗ്രഹീതമായ സമയം നമ്മെ മാത്രമല്ല, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ, കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട വ്യക്തികളെ, ആത്മമിത്രങ്ങളെ കർത്താവിൻ്റെ കൈകളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കർത്താവെ, ഞങ്ങൾ അറിയുന്നു, അവർ ഏതെങ്കിലും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ അവയുടെ മേൽ ഞങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല എന്ന്. എങ്കിലും അങ്ങ് തിരുക്കുരിശിൽ നേടിയെടുത്ത രക്ഷയുടെ ഭാഗമായും പരിശുദ്ധമായ സഭയുടെ സുഹൃതങ്ങളിലൂടെ ഞങ്ങൾക്ക് പങ്കുവെച്ച് ലഭിക്കുന്നതുമായും കർത്താവെ, ഞങ്ങൾ ഈ അനുതാപപൂർവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, അവിടുന്ന് കടങ്ങൾക്ക് പൊറുതി കൊടുക്കുന്നു, പാപങ്ങൾക്ക് മോചനം കൊടുക്കുന്നു, ശാപഗ്രസ്തമായ ഭവനങ്ങളെ എല്ലാ വിധത്തിലുള്ള ശാപങ്ങളിൽ നിന്നും അവയുടെ മൂലമായ കാരണങ്ങളോടെ മോചിപ്പിക്കുന്നു. ദിവ്യകാരുണ്യ കർത്താവിൻ്റെ കൈകളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരുപക്ഷെ ദുർമരണങ്ങൾ നടന്ന കുടുംബത്തിലെ ഒരംഗമായിരിക്കാം നീ. കുടുംബത്തിൽ പ്രായാധിക്യം വന്ന ഒരു വ്യക്തി ഒരുക്കമില്ലാതെ മരിച്ചതിനെ ഓർത്തുകൊണ്ട് വേദനിക്കുന്ന ഒരു അമ്മയായിരിക്കാം നീ. മകനോ മകളോ ആയിരിക്കാം. കർത്താവിൻ്റെ കൈകളിൽ ഈ സമയം അർപ്പിക്കുക. നമ്മൾ ആരാധനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് അവർക്ക് ഇളവ് കൊടുത്ത് കർത്താവ് അവരെ സ്വർഗപ്രാപ്തിക്ക് അർഹരാക്കി മാറ്റുന്നു. നമ്മുടെ തന്നെ കുടുംബങ്ങളിലുള്ള കഷ്ടതകൾക്കും ശാപങ്ങളുടെ കാരണങ്ങൾക്കും കർത്താവ് ഈ സമയം വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഴിയുടെ അഗാധങ്ങളിലേക്ക് പാപങ്ങളെ തള്ളിക്കളയുന്ന കർത്താവിൻ്റെ രക്ഷ, കർത്താവിലൂടെയുള്ള രക്ഷ, പരിശുദ്ധ തിരുസഭയുടെ സുഹൃതങ്ങളിലൂടെയുള്ള പാപമോചനം നമുക്കിടയിൽ സാധ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും കർത്താവിലേക്ക് യാചനാപൂർവം പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറെ സ്നേഹത്തോടെ എല്ലാവരും ആവർത്തിക്കട്ടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും ഏറെ സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപവിമോചനം കൊടുക്കണമേ. ശാപത്തിന്റെ കാരണങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും വിമോചിപ്പിക്കണമേ.
മോചിപ്പിക്കണമേ. ബന്ധിക്കപ്പെട്ട ആത്മാക്കളെ യേശുവേ നിന്റെ കുരിശു മരണത്തിന്റെ യോഗ്യതയാൽ രക്ഷിക്കണമേ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാ വിധത്തിലുമുള്ള ശാപങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഇപ്പോൾ തന്നെ മോചിപ്പിക്കണമേ. യേശുവേ ആരാധന, യേശുവേ നന്ദി, കർത്താവേ ആരാധന, കർത്താവേ ആരാധന. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ അനുഗ്രഹിക്കേ.